നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ വിവിധ കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതികൾ ബാലരാമപുരം പോലീസിന്റെ പിടിയിലായി. ഇരുവരും വളത്തിങ്കൽ സ്വദേശികളായ അനന്തു, രവി, സജിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിനായി പ്രതികളെ കടയ്ക്കൽ പോലീസിന് കൈമാറി. കൊല്ലം കടയ്ക്കൽ വിവിധ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ 2 പ്രതികൾ പിടിയിൽ. ഇരുവരും സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത്. ബാലരാമപുരത്ത് കടകൾ കുത്തിത്തുറന്ന് നടത്തിയ മോഷണത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇരുവരും വളത്തിങ്കൽ സ്വദേശികളായ അനന്തു, രവി, സജിൻ എന്നിവരാണ് അറസ്റ്റിലായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടയ്ക്കലിൽ നടത്തിയ മോഷണങ്ങൾ പ്രതികളാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് പറയുന്നത്. റിമാൻഡിലായിരുന്ന പ്രതികളെയാണ് ഇന്ന് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും കഴിഞ്ഞ മാസം 3-ാം തീയതി കടയ്ക്കലിലെ 5 കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു. ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറി കടയിലുമാണ് മോഷണം നടന്നത്. പിൻവശത്തെ ഭിത്തി കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിരുന്നത്. AC-യുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും കുത്തി തകർത്താണ് മോഷണം നടന്നത്. കടയ്ക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും 50,000 രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് 10,000 രൂപയും കോഴിക്കടകളിലും പച്ചക്കറി കടകളിൽ നിന്നും മേശവിരിപ്പിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടത്തിയത്. പോലീസ് സ്റ്റേഷൻ 500 മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണമെല്ലാം നടന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കെയാണ് പ്രതികൾ ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും.